മമ്മൂക്കി നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് വമ്പൻ ആക്ഷൻ രംഗങ്ങളുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയായിരുന്നു ടർബോ. നേരത്തെ ട്രെയിലർ വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ്, പല ലൊക്കേഷനുകളിലായിട്ട് സിനിമയിൽ ഒട്ടനേകം ആക്ഷൻ രംഗങ്ങളുണ്ട്. മമ്മൂക്കിക്ക് ഒറ്റയാൾ പോരാട്ടമെല്ലാം തന്നെയായിരിക്കും സിനിമയിൽ നിന്ന്. മമ്മൂക്കിക്കും ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നത് ഉറപ്പായതാണ്. ഇപ്പോഴത്തെ സിനിമയിലെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ കുറിച്ചാണല്ലോ. 70 കഴിഞ്ഞ ഈ പ്രായത്തിലെ മമ്മൂക്ക ചെയ്യുന്ന ആക്ഷൻ രംഗങ്ങൾ ഇന്നത്തെ കാലത്തെ മലയാളത്തിലെ യുവനടന്മാർ പോലും ചെയ്യാനായിട്ട് മടിക്കും എന്നാണ് എം പത്മകുമാർ മാമകം എന്ന സിനിമയുടെ സംവിധായകൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. അങ്ങനെ പലവിധ പ്രശംസകളെല്ലാം തന്നെയാണ് മമ്മൂക്കയെ തേടി ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ തേടി എത്തപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫറായ ഫീനിക്സ് പ്രഭു തന്നെ പറഞ്ഞിരിക്കുന്നത് റിസ്ക് എടുത്താണ് മമ്മൂക്ക സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തത്. ഒപ്പം തന്നെ ഡൂപ്പിനൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച അവരുടെ ഏറ്റവും ചെലവേറിയ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു എഫേർട്ട് തന്നെ മമ്മൂക്ക എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഇപ്പോഴത്തെ അതിനുള്ള ഫലമാണ് സിനിമയെ തേടി ആദ്യ 2 ദിവസത്തെ കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നത്. 25 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസെല്ലാം നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് സിനിമ മുന്നേറാനായിട്ടിരിക്കുകയാണ്. ഇതിനിടയിലെ കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകളുടെ സക്സസ് സെലിബ്രേഷൻ വേളയിൽ ടർബോ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് ലോഞ്ച് വേളയിൽ മമ്മൂക്ക തന്നെ പറഞ്ഞിരുന്നു, തനിക്ക് ഈ സിനിമയിൽ 76 പരിക്കുകളുണ്ട്, കയ്യിലും കാലിലുമായിട്ട് ഇപ്പോഴും ആ പരിക്കൊന്നും തന്നെ മാറിയിട്ടില്ല എന്ന്. അപ്പോൾ വളരെ വലിയൊരു കഷ്ടപ്പാട് മമ്മൂക്കിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രായത്തിലുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ സിനിമ എന്തായാലും 100 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കേണ്ടത് വലിയൊരു ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ടർബോ 100 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ആദ്യ 100 കോടി കളക്ഷൻ ഇന്ന് പിറന്നിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ കേൾക്കുവാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കൂ. കൂടുതൽ ടർബോ റിപ്പോർട്ടുകൾ കേട്ടും കാത്തിരിക്കൂ.